പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗാന്ധി ദിനത്തോടനുബന്ധിച്ച് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട എല്ലാ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ ഇത്. ഇതിനു മുമ്പ് പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ പോയി കാണണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. നിരവധി ഓസ്കാർ അവാർഡുകൾക്ക് അർഹമായ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തതാര്? ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന 2 മഹാന്മാർ. ഉത്തരം കേരള ഗാന്ധി കെ കേളപ്പൻ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം. ഉത്തരം യങ് ഇന്ത്യ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടെയാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത. ഉത്തരം കൗമുദി ടീച്ചർ. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഉത്തരം ഡോക്ടർ ജോർജ് ഇരുമ്പയം. 1932 ഒക്ടോബർ 5 യർവാദ ജയിലിൽ നിന്നും ഗാന്ധിജി കേരളത്തിലെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിക്ക് കത്തെഴുതുകയുണ്ടായി. ഈ കത്തിൽ ചർക്കയും നൂൽപ്പും ഒരു ടോണിക്കാണ് എന്ന് ഗാന്ധിജി കുറിക്കുന്നു. ആർക്കായിരുന്നു ഈ കത്തെഴുതിയിരുന്നത്? ഉത്തരം MP നാരായണ മേനോൻ. ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം. ഉത്തരം 1925. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാർ. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരത്തിനു കാരണം. ഉത്തരം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം. ഉത്തരം ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക, 1908. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത്. ഉത്തരം 1906 ദക്ഷിണാഫ്രിക്കയിൽ, വർണ്ണവിവേചനത്തിനെതിരെ. ഗാന്ധിജിയുടെ സമരമാർഗം. ഉത്തരം സത്യാഗ്രഹം. തൻ്റെ പിന്തുടർച്ചാവകാശിയായി ഗാന്ധിജി പറഞ്ഞത്. ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ. ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത്. ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. തൻ്റെ സ്റ്റെനോടൈപ്പിസ്റ്റായി നിയമിതയായ ഒരു വെള്ളക്കാരി പെൺകുട്ടിയുമായുള്ള പരിചയം ഗാന്ധിജി ഒരു പാവനസ്മരണയായി നിലനിർത്തിയിരുന്നു. ഏതായിരുന്നു ആ കുട്ടി? ഉത്തരം മിസ് ഷ്ലേസിൻ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ ടൈപ്പിസ്റ്റായി ജോഹന്നാസ്ബർഗിൽ ജോലി ചെയ്ത സ്കോട്ട്ലൻഡുകാരി. ഉത്തരം മിസ് ഡിക്ക്. ബോംബെയിലെ സിംഹം, പ്രസിഡൻസിയിലെ മുടിചൂട രാജാവ്, ഈ വിശേഷണങ്ങളാൽ പ്രശസ്തി നേടിയ വക്കീൽ. ഉത്തരം സർ ഫിറോസ് ഷാ മേത്ത. ഗാന്ധിജി പൂർണ്ണമായും ബ്രഹ്മചര്യ വ്രതമെടുത്ത വർഷം. ഉത്തരം 1906. പ്രണയത്തിൻ നേർത്ത നൂലിലാനെന്നെ ഹരിയല്ലോ കെട്ടി വരിയുന്നു, വരിയുന്ന നൂലിൽപ്പെട്ട ഞാൻ ദേവനടിമയായല്ലോ മരുവുന്നു. ഇന്ത്യൻ സമൂഹത്തോടുള്ള ദൃഢമൈത്രി വിളിച്ചോതുന്ന ഈ വരികൾ പാടിയത് ആര്?
ഉത്തരം മീരാബായ്. ഗാന്ധിജിയെപ്പറ്റി അറിയാതെ അദ്ദേഹത്തെ കോൺഗ്രസ് ഓഫീസിൽ ഗുമസ്തനായി നിയമിച്ച് പിന്നീട് അതിൽ ദുഃഖിച്ചതാരെ? ഉത്തരം ശ്രീ ഘോഷാൽ ബാബു. ലോകമാന്യ ഗംഗാധര തിലകിനെയും ഗോപാലകൃഷ്ണ ഗോഖലെയെയും ഫിറോസ് ഷാ മേത്തയെയും ഗാന്ധിജി ഉപമിച്ചത് എന്തിനോടെല്ലാം? ലോകമാന്യ ഗംഗാ തിലക് സമുദ്രം, ഗോപാലകൃഷ്ണ ഗോഖലെ ഗംഗ, ഫിറോസ് ഷാ മേത്ത ഹിമാലയം. സമുദ്രത്തിൽ ഇറങ്ങി നീന്താനാവില്ല, ഗംഗ തൻ്റെ മാറിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു, ഹിമാലയത്തെ ഉല്ലംഘിക്കാനാവില്ല. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങുമ്പോൾ 1896 അവിടത്തെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ഗാന്ധിജി ശുപാർശ ചെയ്തത് ആരെയാണ്? ഉത്തരം ആദംജി മിയാമാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി മടക്കയാത്ര നടത്തിയ കപ്പൽ? ഉത്തരം SS പൊങ്കോള എന്ന യാത്രാ കപ്പൽ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ അവസ്ഥകളെപ്പറ്റി രാജ്കോട്ടിൽ വെച്ച് പ്രസിദ്ധീകരിച്ച ലഘുരേഖ അറിയപ്പെടുന്നത്? ഉത്തരം പച്ച ലഘുരേഖ. അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്തത് ആര്? ഉത്തരം HSL പോളക്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം? ഉത്തരം നവജീവൻ ട്രസ്റ്റ്, അഹമ്മദാബാദ്. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ? ഉത്തരം ഗുജറാത്തി. ഗാന്ധിജിയുടെ ആത്മകഥ ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജി തയ്യാറാക്കിയ പ്രസംഗം ഉച്ചത്തിൽ വായിച്ച് അവതരിപ്പിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് സ്നേഹിതനായ കേശവറാവു ദദേശപാണ്ഡ്യയെ ഏൽപ്പിക്കേണ്ടി വന്നത് ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം സർക്കോവസ് ജി ജഹാംഗീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന ബോംബെ സമ്മേളനത്തിൽ. രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി സ്വീകരിച്ച ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഉത്തരം ഫർഗൂസൺ കോളേജ് ഗ്രൗണ്ടിൽ. ഹിന്ദുമതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ വ്യക്തി? ഉത്തരം റായ് ചന്ദ് ഭായ്. ഗാന്ധിജിയെ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്ത്? ഉത്തരം അബ്ദുള്ള സേട്ട്. ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ടു നടന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ? ഉത്തരം മിസ്റ്റർ ബേക്കർ. സത്യാഗ്രഹം എന്ന് ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് പേര് നിർദ്ദേശിച്ചതാര്? ഉത്തരം മകൻലാൽ ഗാന്ധി. ജോൺ റസ്കിൻ രചിച്ച ഏത് ഗ്രന്ഥമാണ് ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്തത്? ഉത്തരം അൺ ടു ദി ലാസ്റ്റ്. എൻ്റെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ ദ്രുതഗതിയിൽ മാറ്റിത്തീർത്ത പുസ്തകമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് പുസ്തകത്തെയാണ്? ഉത്തരം അൺ ടു ദി ലാസ്റ്റ്. ഗാന്ധിജി ആഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയതെപ്പോൾ? ഉത്തരം 1891 ബോംബെയിൽ. ഹിന്ദ് സ്വരാജ് ഇന്ത്യൻ ഹോം റൂൾ ആരുടെ കൃതിയാണ്? ഉത്തരം ഗാന്ധിജിയുടെ 1908. സത്യധാരകന് പലപ്പോഴും ഇരുട്ടിൽ തപ്പേണ്ടി വരുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞ സാഹചര്യമേത്? ഉത്തരം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ പക്ഷം കൂറ് കാട്ടേണ്ടി വന്ന സാഹചര്യത്തിൽ. ഇംഗ്ലണ്ടിൽ ഗാന്ധിജിയെ ചികിത്സിച്ച ഡോക്ടർ? ഉത്തരം ഡോക്ടർ ജീവരാജ് മേത്ത. നിസ്സഹകരണം എന്ന പദം ആദ്യമായി ഗാന്ധിജി പ്രയോഗിച്ചതെപ്പോൾ? ഉത്തരം ഖിലാഫത്ത് പ്രശ്നം കൂടിയാലോചനയ്ക്ക് ഡൽഹിയിൽ ചേർന്ന
ഹിന്ദു മുസ്ലിം സമ്മേളനത്തിൽ.